Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം എന്നാണ്, അതായത് കൃപാസനത്തിൽ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവരാണോ? അപ്പോൾ എന്താണ് ഉടമ്പടി, അതുപോലെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്കതിന് വേണ്ടി മെഴുകുതിരി ആവശ്യമുണ്ടോ, അപ്പം അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻഡിങ് വരെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം എന്താണ് ഉടമ്പടി എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. എന്താണ് ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ നമുക്ക് ദൈവമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മാതാവിനോട് കൂടുതൽ അടുക്കുവാനും അതുപോലെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും നമുക്കൊരു ആത്മവിശ്വാസം കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു ആത്മീയ ഒരു ഇത് ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഓൺലൈൻ ഉടമ്പടി എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് പള്ളിയിൽ പോയി നമുക്ക് ഉടമ്പടി എടുക്കാം. അപ്പോൾ അങ്ങനെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ദൂരെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ പലർക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കൺവെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് തീയതി, അതായത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ദിവസവും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈംസും ഡേറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം നിങ്ങളുടേതായ കൺവീനിയൻറ്റ് ടൈം നോക്കിയിട്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അതിൽ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്തിട്ട് അത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അതിൽ കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ അത് നോക്കി വായിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ അത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ക്ലാസ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധാപൂർവം തന്നെ വായിച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അപ്പം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു അല്ലെങ്കിൽ എങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ശാന്തമായ ഒരു പ്ലേസ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഴുകുതിരി യൂസ് ചെയ്യണമെങ്കിൽ മെഴുകുതിരി ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ മെഴുകുതിരി ക്യാൻഡിൽ ഓൺ ആക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മെഴുകുതിരി നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ മെഴുകുതിരി നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല. നമുക്കിപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഴുകുതിരിയുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ടൈമും ഡേറ്റും സ്ലോട്ട് ഇതുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ അവർ പറയുന്ന ടൈമിൽ തന്നെ നമ്മൾ ഡെയിലി പ്രെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആ ഒരു ടൈമിൽ തന്നെ വെളുപ്പിനെ ആണെങ്കിൽ ഒരു 5:30 ആ ടൈമിൽ തന്നെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈവനിങ്ങും ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ നിർബന്ധമായും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളത് മാത്രം ചെയ്താൽ പോരാ, അല്ലാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദിവസവും പള്ളിയിൽ പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചില ജോലികളുടെ ഒരു ഇതുകൊണ്ടൊക്കെ പലർക്കും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. ബട്ട് അങ്ങനെ ഇല്ല, അതായത് നമുക്ക് പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഡെയിലി പള്ളിയിൽ പോകാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് സൺഡേ എങ്കിലും പോവുക. പിന്നെ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ വീട്ടിൽ പ്രെയർ ചെയ്യുക. അതായത് സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചെയ്യണം. അത് നിർബന്ധമായിട്ടും നമ്മൾ മാക്സിമം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഉള്ളവരാരാണോ അവർ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക മുടങ്ങാതെ.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഉടമ്പടി ചെയ്യുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമൊന്നും ഞാൻ പറയത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അത് ഒരു ഉടമ്പടിയുടെ പുറത്ത് ആരും ചെയ്യുക, അങ്ങനെ ഒരു റൂൾ ഉണ്ടെന്ന് വിചാരിച്ച് ആരും ചെയ്യുന്നതാകരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തോടെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതായത് ഒരു നേരത്തെ ഒരു ഒന്നോ രണ്ടോ പൊതിച്ചോറാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു നമ്മളൊരു നേർച്ചയിടുന്നതിനേക്കാളും വലിയ ഒരു കാര്യമാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ പോലും ഉടമ്പടി എടുക്കാത്തവരാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളതിൽ നിന്ന് കുറച്ച് ആരെങ്കിലും സഹായിക്കാൻ നമുക്ക് ചിലപ്പം ഉണ്ടാവില്ല, പലരും പറയും നമുക്കൊന്നും ഇല്ല, പക്ഷെ ഇല്ലാത്തതിൽ നിന്ന് നമുക്ക് ഉള്ളതിനകത്ത് കുറച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അത് ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ പോലും അല്ലാതെ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വലുതായിട്ടുള്ളൊരു ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ് ഓൺലൈനിൽ. അപ്പോൾ ഓൺലൈനിലും നമുക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഓൺലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രത്തോളം ഹെൽപ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല. അപ്പം മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തത് ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.